Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന എരമം സ്വദേശിയായ 2 വയസ്സുകാരന് അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായതായി പരാതി. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചതായി കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ആശുപത്രിയിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കളിക്കുന്നതിനിടയിൽ വീണ് ചുണ്ടിന് മുറിവേറ്റതിനെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് മുറിവ് തുന്നിക്കെട്ടുന്നതിനായുള്ള ചികിത്സകൾക്കിടെ കുട്ടി വേദന കൊണ്ട് കടുത്ത രീതിയിൽ കരഞ്ഞിരുന്നു. ഇതോടെയാണ് കുട്ടിയെ മയക്കുന്നതിനായി അനസ്തേഷ്യ നൽകാൻ ഡോക്ടർമാർ തീരുമാനിച്ചത്. എന്നാൽ അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ കുട്ടി ബോധരഹിതനാവുകയായിരുന്നു. നില വഷളായതോടുകൂടി കുട്ടിയെ അടിയന്തരമായി വെന്റിലേറ്ററിലേക്ക് മാറ്റി. കുട്ടിയുടെ ശരീരത്തിൽ താങ്ങാനാകുന്നതിലും വലിയ അളവിൽ അനസ്തേഷ്യ നൽകിയതാണ് ബോധക്ഷയത്തിന് കാരണമായതെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി. ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും ഗുരുതര വീഴ്ചയാണ് സംഭവത്തിനിടയാക്കിയതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു. അതേസമയം ബന്ധുക്കളുടെ ചികിത്സാ പിഴവാരോപണം ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ പൂർണ്ണമായും നിഷേധിച്ചു. അനസ്തേഷ്യ നൽകിയ സമയത്ത് കുട്ടിക്ക് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഹൃദയാഘാതമുണ്ടായ ഉടൻ തന്നെ കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ആവശ്യമായ എല്ലാ അടിയന്തര പ്രതിരോധ ചികിത്സകളും ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. അനസ്തേഷ്യ ഏതളവിൽ നൽകിയാലും അതിൻ്റെതായ ചില ആരോഗ്യപരമായ റിസ്കുകൾ ഉണ്ടെന്നും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ പരമാവധി മെഡിക്കൽ സഹായങ്ങളും നൽകിയിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന 2 വയസ്സുകാരന് അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. സമാധാനപരമായ സമരമാണ്. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നത് ഇവിടെ പോലീസിനെ അണിനിരത്തിക്കൊണ്ട് സമരം അകത്ത് കയറ്റാൻ വിടില്ല, സംസാരിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. ഞങ്ങൾ ആ ഭീഷണിക്കൊന്നും വഴങ്ങില്ല. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിന്റെ അന്വേഷണങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. കൃത്യമായി
ഈ കുട്ടിയെ അനസ്തേഷ്യ കൊടുത്ത ഡോക്ടറെ ഡീറ്റെയിൽസ് എത്ര ശതമാനം കൊടുത്തു എന്നൊക്കെ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നമ്മൾ ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ MLA ടി.ഒ. മോഹൻ ഇന്ന് അടിയന്തരമായി ആശുപത്രിയുമായി ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ ഇടപെട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലെ ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ഉചിതമായ രീതിയിൽ അവർക്ക് സംസാരിച്ചിട്ട് എന്താണ് കുടുംബത്തിൻ്റെ പ്രയാസം അതൊന്ന് രണ്ടും നമ്മൾ നിൽക്കാണിക്കാൻ എഴുതി തരുന്ന പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ച് ബിജെപിയും ബിജെപി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ദേശീയപാതയിൽ എടാട്ട് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിന് സമീപം വാഹനാപകടം. പയ്യന്നൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് തെന്നിമാറിയാണ് അപകടം. വാഹനയാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പയ്യന്നൂർ ഭാഗത്ത് നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ അപകടം നടക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിപ്പോൾ വാഹനം അടിക്കുന്നത് നമ്മൾ 4ാമത്തെ 5ാമത്തെ പ്രാവശ്യമാണ്. ആടുന്ന് ചവിട്ടുന്ന വണ്ടിയിൽ 3 മലക്കം മണത്താണ് വണ്ടി നേടിയെത്തുന്നത്. ഒരിക്കൽ ബസ്സും ബൈക്കും അടിച്ചു, ഒരിക്കൽ മൂടൻ വണ്ടി ഒന്ന് മറിഞ്ഞു കടന്നു. അതുപോലെ തന്നെ രാവിലെ വേറൊരു മൂടൻ വണ്ടി അതാണ് അടിച്ചിട്ട് കിടക്കുന്നത്. 4-5ാമത്തെ പ്രാവശ്യമാണ് ഇപ്പം നമ്മളിത് കാണുന്നത്. 3-4 പതിറ്റാണ്ടുകൾ വീട് തെറുത്ത് ജീവിതം ദുരിതം പേറി വിരമിക്കുമ്പോൾ ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾക്കായി 3 വർഷമായി കാത്തിരുന്ന കേരള ദിനേശിലെ തൊഴിലാളികൾ പ്രക്ഷോഭം തുടങ്ങി. ചെറുവത്തൂർ സഹകരണ സംഘം ഓഫീസിലേക്ക് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി.
ഗ്രാറ്റുവിറ്റി, ത്രിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കാലങ്ങളായി നൽകി വന്നിരുന്നത് തൊഴിലാളികൾ വിരമിച്ച് 2 മാസത്തിനകമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ ദിനേശ് കേന്ദ്ര സംഘം അധികൃതർ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ചാണ് തൊഴിലാളി സംഘടനകൾ ദിനേശ് ചെറുവത്തൂർ സംഘം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ 200-ൽ പരം തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് സംഘം ഓഫീസിനു മുന്നിൽ നടന്ന ധർണാ സമരം നാഷണൽ ബീഡി സിഗാർ വർക്കേഴ്സ് യൂണിയൻ INTUC ജില്ലാ പ്രസിഡന്റ് KM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒച്ചപ്പാട് മകളും കഴിഞ്ഞ തവണ പയ്യന്നൂർ സംഘത്തിൽ ഇതുപോലെ കുറേ തൊഴിലാളികൾ കയറിപ്പോയി. അവിടെ ഒരു കുത്തിരിപ്പ് പരിപാടിയൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ നേതാക്കന്മാരുടെ ഇടപെട്ടുകൊണ്ട് നമുക്ക് പരിഹരിക്കാം. കാരണം അവിടെ ഒരു ഒറ്റ ആൾക്കാർ മാത്രമേ ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടി പറഞ്ഞിട്ട് അവിടെ സവാലും പിണറായി സംഘത്തിലേക്ക് പോയി. പിണറായി സംഘത്തിൽ ഒരുപാട് തൊഴിലാളികൾ പോയപ്പോൾ അവിടെ ഭയങ്കര ബഹളമായപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ തന്നെ യാദൃശ്ചികമായി അവിടെ എത്തി അവരുടെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടും. പക്ഷേ ഒന്നിനും ശരിയായിട്ടില്ല. ഇതിപ്പോൾ ചെറുവത്തൂർ വന്നു. ഇതുപോലെ മറ്റു പ്രശ്നമൊക്കെ നാളെ വ്യാപിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തൊഴിലാളികൾ സമരവും മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം നേതൃത്വം കൊടുക്കുന്നത് സംഘടനയും. കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. BD മസ്ദൂർ സഭ HMS ജില്ലാ സെക്രട്ടറി KV രാമചന്ദ്രൻ, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, KV ശശി, NC രാജു, K രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. M ശൈലജ, K ഭാർഗവി, C ശ്രീധരൻ, K ബേബി, MV തങ്കമണി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ വെളിച്ചന്തോടിലെ ഓട്ടോ സർവീസ് സെന്റർ നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നതായി പരാതി. സർവീസ് സെന്ററിലെ ഗ്രീസും ഓയിലും മറ്റും സമീപത്തെ കിണറുകളിലെത്തുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ വെളിച്ചന്തോടിലെ ഓട്ടോ സർവീസ് സെന്റർ നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നതായി പരാതി. സർവീസ് സെന്ററിലെ ഗ്രീസും ഓയിലും മറ്റും സമീപത്തെ കിണറുകളിലെത്തുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടുത്തിടെ തുടങ്ങിയതാണ് ഈ സ്ഥാപനമെന്നും വേനൽക്കാലത്തിന്റെ അവസാനം കിണറുകളിൽ പാട പോലെ ഓയിൽ എത്തിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. ഇതിനായി കിണറിൽ നിന്നെടുത്ത് പരിശോധിച്ച വെള്ളത്തിന്റെ റിപ്പോർട്ടും ഇവർ ഹാജരാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം മെയ് 2-ാം വാരത്തിൽ തന്നെ കറുത്ത വെള്ളമാണ് വന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ 2 മഴ വന്നപ്പോൾ തന്നെ ഭൂമി നനയുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കിണറിൽ വെള്ളം വന്നു. 2 പട വെള്ളം വന്നു. അപ്പം ശരിക്കും കറുത്ത ഒരു കളറിലെ വെള്ളമായിരുന്നു. ഞങ്ങൾ മഴവെള്ളമായിരിക്കും എന്നുള്ള ഒരു ഇതിൽ നിന്നു. കുറച്ച് പിന്നെ ഒരു മഴയും കൂടെ വന്നപ്പോൾ നല്ല പൈപ്പിൽ നിന്ന് വരുന്ന മാതിരി വെള്ളം വരുന്നതായിരുന്നു. അതും ഈ പൊല്യൂഷൻ കൺട്രോൾ ഇവരെ ഓട്ടോ സർവീസ് സെൻറ്ററിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഇനി ഒരാഴ്ചയോളം ഏകദേശം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത് റിപ്പോർട്ട് ടെസ്റ്റിന് കൊടുത്തത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. പ്രശ്നത്തിന്റെ വ്യാപ്തി കണ്ടറിഞ്ഞ് മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. സംസ്ഥാന പൊല്യൂഷൻ ബോർഡിൽ നിന്നുള്ള പ്രതിനിധിയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അതേസമയം വെളിച്ചന്തോട്ടെ ഓട്ടോ സർവീസ് സെന്റർ പ്രശ്നത്തിന് താൽക്കാലിക ആശ്വാസവുമായി പഞ്ചായത്ത്. സമീപത്തെ വീടുകളിൽ കുടിവെള്ളം എത്തിച്ചാണ് പഞ്ചായത്ത് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയത്. വെളിച്ചന്തോട്ടെ വാഹനങ്ങൾ കഴുകുന്ന സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ താൽക്കാലിക പരിഹാരവുമായി പഞ്ചായത്ത് രംഗത്തെത്തി. ദുരിതം അനുഭവിക്കുന്നവരുടെ വീടുകളിൽ കുടിവെള്ളം വിതരണം ചെയ്താണ് ഉടനടി താൽക്കാലിക പരിഹാരവുമായി പഞ്ചായത്ത് എത്തിയത്. കുടിവെള്ള വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ നിർവഹിച്ചു. വെളിച്ചന്തോട് പ്രദേശത്ത് 3-ാം വാർഡിൽപ്പെട്ട വെളിച്ചന്തോട് പ്രദേശത്ത് കുടിവെള്ളത്തിൽ ഓയിൽ കലർന്നിട്ടുണ്ട് എന്നൊരു ആ പ്രദേശക്കാരുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് പഞ്ചായത്തിൽ നിന്നും ആളുകൾ സന്ദർശിക്കുകയും അതിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുമെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോളിൻ്റെ ജീവനക്കാർ വന്ന് അന്വേഷണം നടത്തുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ കുടിവെള്ള വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ വാട്ടർ ലാബിലേക്ക് വെള്ളം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി നമ്മളൊരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുരിതം അനുഭവിക്കുന്ന 100ഓളം വീടുകളിലാണ് കുടിവെള്ളം എത്തിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുതാഴം കേരളീയൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ KA കേരളീയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ KA കേരളീയന്റെ 32ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. ചെറുതാഴം കേരളീയൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മണ്ടൂരിൽ നടന്ന പരിപാടി CPI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനമെന്ന ബോധ്യത്തിന്റെ പുറത്തിറങ്ങി പുറപ്പെട്ട ചെറുപ്പക്കാർ. ഒരു എണ്ണം പറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്. ഭാരതീയനെ അദ്ദേഹത്തിന്റെ
ആത്മകഥ വായിക്കുമ്പോൾ ഓരോ താളുകളിലും കേരളീയം കടന്നു വരുന്നുണ്ട്. ഇരട്ടപ്പെട്ട മക്കളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ആത്മാർത്ഥമായി കർഷക പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഈ ചെറുതാഴത്തെയും അതുപോലെ തന്നെ തളിപ്പറമ്പിലെയും കുളച്ചേരിയിലെയും ഉൾപ്പെടെയുള്ള ഈ വിശാലമായ മലബാറിന്റെ വിവിധ മേഖലകളിലൂടെ യാത്ര ചെയ്തതിൻ്റെയും അതിനിടയിൽ പോലീസ് പിടിക്കപ്പെട്ടതിൻ്റെയും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നടത്തിയ സാഹസികമായ ഒഴിവ് ജീവിതത്തെക്കുറിച്ചെല്ലാം ചടങ്ങിൽ വെച്ച് രാവുണ്ണിത്തമ്പാൻ നാടകത്തിന്റെ അണിയറ പ്രവർത്തകരെ ജിതേഷ് കണ്ണപുരം ആദരിച്ചു. പവിത്രൻ കോത്തില അധ്യക്ഷത വഹിച്ചു. ബാബു രാജേന്ദ്രൻ, താവം ബാലകൃഷ്ണൻ, പി നാരായണൻ, മാധവൻ പുറച്ചേരി, വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ പെരുമ്പയിൽ ലിയോ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി വലിയ വിലക്കുറവിൽ പ്രത്യേക ഹെൽത്ത് പാക്കേജുകൾ ലഭ്യമാണ്. കൃത്യതയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് ലിയോ ലാബ് ടെസ്റ്റുകൾ ലഭ്യമാക്കുന്നത്. പയ്യന്നൂർ പെരുമ്പയിൽ ലിയോ ലാബ്സിന്റെ 80ാമത് ശാഖ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ പ്രമുഖ ഡയഗ്നോസ്റ്റിക് ഹെൽത്ത് കെയർ ശൃംഖലകളിലൊന്നായ ലിയോ ലാബ്സിന് സംസ്ഥാനത്തുടനീളം 6 റെഫറൽ ലബോറട്ടറികളും വിപുലമായ കളക്ഷൻ സെന്ററുകളും 2 NABL അംഗീകൃത റെഫറൽ ലബോറട്ടറികളും 2 NABH അംഗീകൃത യൂണിറ്റുകളുമുണ്ട്. ഗുണമേന്മയുള്ളതും കൃത്യതയാർന്നതും എല്ലാവർക്കും താങ്ങാനാകുന്നതുമായ ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ ലിയോ ലാബ്സ് എത്തിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 9 വരെ പ്രത്യേക ഉദ്ഘാടന ഹെൽത്ത് പാക്കേജുകളും ലിയോ ലാബ്സിൽ ഒരുക്കിയിരിക്കുന്നു. ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P ശ്യാമള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ VKP ഇസ്മയിൽ, പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ജയപ്രകാശ്, ലിയോ ലാബ് CEO റോണാക്ക്, ഓപ്പറേഷൻ മാനേജർ താര ജേക്കബ് തുടങ്ങിയവരും മറ്റ് പ്രമുഖ വ്യക്തികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ലിയോ ലാബിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി വലിയ വിലക്കുറവിൽ പ്രത്യേക ഹെൽത്ത് പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട്. ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെയാണ് ഈ ടെസ്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനോഗ്രൽ ഹെൽത്ത് പാക്കേജിൽ 2230 രൂപയുടെ ടെസ്റ്റുകൾ വെറും 999 രൂപയ്ക്കും, വിറ്റാമിൻ പാക്കേജിൽ 50% മുകളിൽ ഡിസ്കൗണ്ടിൽ 2000 രൂപ വരുന്ന വിറ്റാമിൻ D, വിറ്റാമിൻ B12 ടെസ്റ്റുകൾ വെറും 799 രൂപയ്ക്കും ലഭ്യമാണ്. ഈ ഓഫറുകൾ ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾക്കായി നൽകുന്നത്. ദേശീയ തലത്തിൽ മികച്ച ഗുണനിലവാരം പുലർത്തുന്ന ലാബുകൾക്കു നൽകുന്ന നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അംഗീകാരവും ഈ ലാബിനുണ്ട്. ലിയോ ലാബിന്റെ കണ്ണൂർ, തളിപ്പറമ്പ്, തലശ്ശേരി തുടങ്ങിയ സെന്ററുകൾക്ക് ഇതിനകം തന്നെ NABL അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. പുതുതായി ആരംഭിച്ച പയ്യന്നൂർ സെന്ററിലും അടുത്ത 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ അംഗീകാരം നേടിയെടുക്കുമെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രമുഖ ധനകാര്യ സ്ഥാപനം മണപ്പുറം ഗ്രൂപ്പിന്റെ സംരംഭം മാഭൻ നിധി ലിമിറ്റഡിന്റെ പയ്യന്നൂർ ശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ സ്കൂൾ കിറ്റ് വിതരണവും മധുരം മലയാളം പത്രവിതരണവും നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ സരിൻ ശശി കിറ്റ് വിതരണം നിർവഹിച്ചു. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഗ്രൂപ്പിന്റെ സംരംഭം മാബൻ നിധി ലിമിറ്റഡിന്റെ പയ്യന്നൂർ ശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ സ്കൂൾ കിറ്റ് വിതരണം നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരു ധനകാര്യ സ്ഥാപനമാണ് മണപ്പുറം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ മണപ്പുറം ഗ്രൂപ്പിൻ്റെ മേഭൻ നിധി ലിമിറ്റഡ് പയ്യന്നൂരിൽ കുറേ വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ പ്രവർത്തന സൗകര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് അതിൻ്റെ പ്രവർത്തനം ഇന്ന് മാറി വന്നിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ CEO സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായിട്ടുള്ള ലോൺ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് മണപ്പുറം എന്നത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. ചടങ്ങിൽ വെച്ച് CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന മധുരം മലയാളം പത്രവിതരണം പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പാളും നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ P ശ്യാമള ചടങ്ങിൽ മുഖ്യാതിഥിയായി. മാനേജിംഗ് ഡയറക്ടർ VS പ്രസന്നൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബെസ്റ്റോ ജോസഫ്, ഏരിയ ഹെഡ് ബിൻസോ P ബിജു, ബ്രാഞ്ച് ഹെഡ് അശ്വിൻ A എന്നിവരും മറ്റ് പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു.
മാബെൻ നിധി ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് സജ്ജീകരണത്തോടെ കൂടുതൽ മികച്ച സേവനങ്ങൾ ഉപഭോക്താക്കൾക്കായി നൽകാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പടുത കൃഷിയിൽ 100 മേനി വിളവുമായി കരിവള്ളൂർ പുത്തൂരിലെ രാധാ പ്രഭാകരൻ. ഒറ്റ വിളവെടുപ്പിൽ 35,000 രൂപയുടെ ലാഭമാണ് രാധ നേടിയിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്കും പ്രചോദനമാണ്. പടുത കൃഷിയിൽ വലിയ വിജയം കൊയ്തിരിക്കുകയാണ് കരിവള്ളൂർ പുത്തൂരിലെ രാധാ പ്രഭാകരൻ. 35,000 രൂപയുടെ ലാഭമാണ് ഒരു വിളവെടുപ്പിൽ രാധയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വനിതകളിൽ അധികമാരും കൈവെക്കാത്ത ഒരു മേഖല കൂടിയാണിത്. 1.5 സെന്റിലാണ് പടുതാക്കുളം ഒരുക്കിയിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും മീൻകുഞ്ഞുങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് പലതരം മീനുകളെയാണ് കൃഷി ചെയ്യാറ്. ഇത്തവണ വാളയാണ് കൃഷി ചെയ്തത്. 800 മീൻകുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഇതിൽ 700 എണ്ണത്തിന്റെ വിളവെടുത്തു കഴിഞ്ഞു. ഫിഷറീസിന്റെ നേതൃത്വത്തിൽ നമ്മൾ പടുതാക്കുളം മീൻ കൃഷിയാണ്. ഇത് 9 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഫിഷറീസ് തന്നെ കുഞ്ഞുങ്ങളെ തന്നെ ട്രോളിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഈ വിളവെടുപ്പ് എല്ലാ വർഷവും ഓരോ തരം മത്സ്യമാണ് ഇതിൽ വരാല്, വാള. ഇപ്രാവശ്യം ആസാം വാളയാണ്. നല്ല വിളവ് കിട്ടുകയും ചെയ്തു. മാടായി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയാണ് കൃഷി. ഓരോ ആഴ്ചയിലും വെള്ളം മാറ്റണം. ഇങ്ങനെ മാറ്റുന്ന വെള്ളം കൃഷിയിടത്തിൽ വളമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഭർത്താവ് പ്രഭാകരനും സഹായിയായി രാധയ്ക്കൊപ്പമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന പരിസ്ഥിതി ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒയിസ്ക ഇന്റർനാഷണൽ കണ്ണൂർ ജില്ലാ ചാപ്റ്റർ, JRC യൂണിറ്റ്, ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന പരിസ്ഥിതി ശില്പശാല സംഘടിപ്പിച്ചു. ഒയിസ്ക കണ്ണൂർ ജില്ലാ സെക്രട്ടറി കക്കോത്ത് പ്രഭാകരന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കക്കോത്ത് പ്രഭാകരന്റെ നേതൃത്വത്തിൽ ഒരു മാസമായി നടന്നുവരുന്ന പരിസ്ഥിതി സംരക്ഷണ വാഹന പ്രചാരണ യാത്രയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ യുവാർ മുഖ്യഭാഷണം നടത്തി. ഡോക്ടർ സംഗീത മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. JRC കോർഡിനേറ്റർമാരായ ലിജോ വർഗീസ്, ഉമാകുമാരി, ഫോറസ്റ്റ് സീനിയർ സൂപ്രണ്ട് സുരേഷ് കുമാർ CM, പ്രധാന അധ്യാപിക അനിത PM, PTA പ്രസിഡന്റ് രാജേഷ് PV, സ്റ്റാഫ് സെക്രട്ടറി ബാബു MD, ഫുഡ് സേഫ്റ്റി ഓഫീസർ ചിത്രാഞ്ജലി T, റീമ K, ചിത്രൻ VK തുടങ്ങിയവർ സംസാരിച്ചു. SPC കേഡറ്റുകൾക്കുള്ള ബോധവൽക്കരണം, ഔഷധ സസ്യ തിരിച്ചറിയൽ മത്സരം, പോസ്റ്റർ പ്രദർശനം, തൊഴിൽ പരിശീലനം, യോഗ, കലാപരിപാടികൾ, സർട്ടിഫിക്കറ്റ് വിതരണം, റംബുട്ടാൻ തൈ വിതരണം, തൈകളുടെ നടീൽ ഉദ്ഘാടനം എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വർത്തമാനകാലത്ത് തേനീച്ച കർഷകർ കടന്നുപോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ്. നിരവധി പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് ഈ മേഖലയിലുള്ളവർ. ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും തേൻ നേരിട്ട് സംഭരിക്കുവാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കേണ്ടതുണ്ട്. തേനീച്ച കർഷകർക്ക് ഇത് പ്രതിസന്ധിയുടെ കൈപ്പുനീർ കാലമാണ്. തേനിന് കൃത്യമായ ഒരു വിപണിയില്ലാത്തതാണ് പ്രശ്നം. ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് തേൻ സംഭരിക്കാനുള്ള സംവിധാനം സർക്കാർ നടപ്പിലാക്കണമെന്നാണ് ഈ രംഗത്തുള്ളവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും തേനിന് ന്യായമായ വില ലഭിക്കാതെ വരികയും ചെയ്യുന്നതിനാൽ കർഷകർക്ക് തേനീച്ച വളർത്തലിൽ താല്പര്യം കുറയുകയും ചെയ്തു. തേനീച്ച കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിപണനമാണ്. ഈ നമ്മുടെ കർഷകരെടുക്കുന്ന തേൻ സംഭരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിങ്ങിലെത്താൻ ശക്തമായ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ കർഷകരെടുക്കുന്ന സാധനങ്ങൾ എല്ലാം കെട്ടിക്കിടക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ മാർക്കറ്റിംഗ് ശൃംഖലയിൽ വരുന്ന തെറ്റായ പരിവർത്തനമാണ്. നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിങ്ങിൽ നമ്മുടെ സീസൺ സമയത്ത്, ഉത്സവ സീസൺ സമയത്ത് പല ക്ഷേത്രങ്ങളിലും അതേമാതിരി ക്ഷേത്രാങ്കണങ്ങളിലും അതേമാതിരി തേൻ വിൽപ്പന നടത്തുക. അത് ശബരിമല, കൊട്ടിയൂർ, ഗുരുവായൂർ, അങ്ങനെ പഴനി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തേൻ്റെ ഒരു സ്റ്റോർ റൂം ഉണ്ടാക്കി അവിടെ തന്നെ വിതരണം ചെയ്യുക. അപ്പോൾ ആ സമയത്ത് പല ദിക്കുന്നും വരുന്ന ആൾക്കാർ തേൻ വാങ്ങിക്കുകയും ബൾക്കാറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ വിപണനത്തിൽ വിലയിൽ കുറച്ച് കുറക്കാനും പറ്റും. പലരും ഈ മേഖലയിൽ നിന്നും പിന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. കർഷകരുടെ കൂട്ടുകാരനാണ് തേനീച്ച. പരാഗണത്തിന് സഹായിക്കുന്നതിലുപരി മഴയും മഞ്ഞും വെയിലുമൊന്നുമില്ലാതെ പണിയെടുക്കും. എന്നാൽ കാലാവസ്ഥ അടിക്കടി മാറിയതോടെ തേനീച്ചകൾ നിലനിൽപ്പിനായി കൂടുവിട്ടിറങ്ങി. ഇതോടെ കർഷകർ പ്രതിസന്ധിയിലുമായി. ആവശ്യമായ തേനീച്ചകളില്ലാതായതോടെ കൂടുവിഭജനവും നടക്കുന്നില്ല. ദുർബലമായ തേനീച്ച കോളനികളിൽ കടന്നലാക്രമണം നടക്കുന്നതും കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
കുവൈറ്റ് തൃക്കരിപ്പൂർ മണ്ഡലം KMCC നേതൃത്വത്തിൽ ഈ വർഷത്തെ ഇൻസ്പയർ അവാർഡ് വിതരണം ജൂലൈ 12-ന് തൃക്കരിപ്പൂരിൽ നടക്കും. തൃക്കരിപ്പൂർ ബാഫഖി തങ്ങൾ സൗധത്തിൽ നടക്കുന്ന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ KMCC പ്രവർത്തകരുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഖുർആൻ പരിപൂർണമായി മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾക്കും മുസ്ലിം ലീഗ് നേതാവായിരുന്ന VKP ഹമീദ് അലിയുടെ നാമധേയത്തിലാണ് ഈ വർഷം വിദ്യാഭ്യാസ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജൂലൈ 12-ന് തൃക്കരിപ്പൂർ ബാഫഖി തങ്ങൾ സൗധത്തിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്യും. പൂക്കോയ തങ്ങൾ ഹോസ്പീസുകൾക്കുള്ള ധനസഹായം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TC റഹ്മാൻ വിതരണം ചെയ്യും. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ VKP ഹമീദ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തും. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനായ തൂഫാന്റെ ഭാഗമായി മോട്ടിവേഷൻ ട്രെയിനർ മുനീർ ഉദിനൂർ ലഹരിവിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകും. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് പ്രയാസമനുഭവിക്കുന്നവരെ സഹായിക്കുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കു വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്കായുള്ള പിന്തുണയും ആശുപത്രികളിൽ വേണ്ട സാമ്പത്തികവും മറ്റുമായ സഹായങ്ങളും CH സെന്ററുകൾക്കുള്ള ധനസഹായവും അവശത അനുഭവിക്കുന്നവർക്കുള്ള ചികിത്സയ്ക്കുള്ള സഹായങ്ങളും 2018 മുതൽ നൽകി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ട്രഷറർ ലത്തീഫ് നീലഗിരി, കുവൈറ്റ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അൽ ഹസനെ, സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് മൗലവി, P റിയാസ്, T തസ്ലീം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.